ഇൻസ്റ്റഗ്രാം തുറക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുന്നില്ല, ഫേസ്ബുക്ക് തുറക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുന്നില്ല. എന്തുതാ നോക്കിയാലും ഇലക്ഷന്റെ പ്രചരണമാണ്. എനിക്ക് മനസ്സിലാകാത്തോണ്ട് ഇത് മാത്രമേ ഉള്ളൂ നാട്ടില്. ഈ സ്ക്രോൾ ചെയ്ത് എന്റെ കയ്യുടെ മുനമ്പ് വേദന എടുക്കൂ. ഈ 5 വർഷം എന്തു നാശം കാണിച്ചാലും നശിപ്പിച്ചാലും അവസാനത്തെ 6 മാസം അവന്മാർ വന്ന് ഇളിച്ച് കാണിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് മൂക്ക് കുത്തി വീഴും. വീടുകളിലെല്ലാം കയറിയാണ് പ്രചരണം. നമ്മൾ ഉള്ളിടത്ത് വന്ന് നമ്മളെ കാണുക, വാഗ്ദാനങ്ങൾ തിരഞ്ഞാൽ അത് ചെയ്യാൻ, ഞാൻ ഇത് ചെയ്യാം, മാട ചെയ്യാം, മറ്റേ ചെയ്യും. കോപ്പാണ്, ഒരു കുന്തവും ചെയ്യത്തില്ല. അതേപോലെ ഇവർ ജയിച്ചു കഴിഞ്ഞാൽ ഇവരുടെ വീടിന് മുന്നിൽ പോയി നിൽക്കേണ്ട, ക്യൂ നിൽക്കേണ്ട. അപ്പോഴും അവന്മാരെ ഇവിടെ കാണത്തില്ല, പിയെ വിടും അല്ലേ? അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതൊന്നും ഓർക്കാതെ പോയി വോട്ടൊന്നും ചെയ്യരുത് ആര്, എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച്. നമുക്കൊന്നും അവന്മാർ ഏത് തരത്തില് നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് ജീവിക്കാം. എന്തോരം കാശ നമ്മളെ പൈസയാ. ഫ്ലെക്സ് അടിക്കുന്നു, പ്രചരണം നടത്തുന്നു, പോസ്റ്റർ ഒട്ടിക്കുന്നതൊക്കെ എവിടുന്ന കാശ്? മുഴുവൻ നമ്മുടെ കാശ. ഇല്ലേ, യുവന്മാരൊക്കെ ഉണ്ടാക്കിയ നേട്ടങ്ങൾ കാണാൻ വേണ്ടി നമ്മൾ ഫ്ലെക്സിനകത്തൂടാണോ നോക്കി കാണണ്ടേ? നമുക്ക് കിട്ടിയ അനുഭവങ്ങളിലൂടെയല്ലേ ഇവിടെ ഉണ്ടാക്കിയ നേട്ടം നമ്മൾ നോക്കിക്കാണാൻ. അതുപോലും ചിന്തിക്കാൻ കഴിയാത്ത മനുഷ്യന്മാരാണോ നമ്മുടെ നാട്ടിലുള്ളത്? അത് എനിക്കറിയാൻ പാടില്ല, അതുകൊണ്ട് ചോദിക്കുക. നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ചോദിക്കുക. ചുമ്മാ ഉള്ള കുറേ എണ്ണം ഇപ്പോൾ ജോലിയും കൂലിയില്ലാത്തവരാണ് ഇതിൻ്റെയൊക്കെ പുറകെ ഞാൻ നടക്കാനാണ്ട്. ഞാൻ പോകുമ്പോഴത്തേക്ക് നമ്മളത് ചിന്തിക്കണം, യുവമാരൊക്കെ നമുക്ക് എന്ത് ചെയ്തു, അല്ലെങ്കിൽ അവരെന്ത് ചെയ്തു നാടിന് വേണ്ടി. അതൊക്കെ ചിന്തിച്ചിട്ടാണ് ഓരോ സ്ഥലത്ത് കുത്താൻ വേണ്ടിയിട്ട്, ഓരോ കളത്തിലും കുത്താൻ വേണ്ടിയിട്ട്. ചുമ്മാ ഇതിപ്പോൾ ഫേസ്ബുക്കും തുറക്കാം, ഇൻസ്റ്റഗ്രാമും തുറക്കാം, മുഴുവനും പ്രചരണവും ഫ്ലെക്സും കാരണങ്ങളൊക്കെ. ഇതൊക്കെ കോടികളാണ് നഷ്ടപ്പെടുത്തുന്നത്. എന്തോന്നാണ് ഇത്? അപ്പൊ ഞാൻ പോയി തുടങ്ങാനട്ടെ.